ഇപ്പോൾ രാജ്ഭവനെ കാവ്യവൽക്കരിക്കാനുള്ള രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നീക്കത്തിനെതിരെ എസ്എഫ്ഐയുടെ രാജ്ഭവൻ മാർച്ച് ആരംഭിച്ചു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ എന്ന ഗവർണർക്കെതിരെ ഉയരുന്നത്. സർക്കാരിൻ്റെ പരിപാടികളിൽ RSSൻ്റെ ഭാരത മാതാവ്, RSSൻ്റെ ഭാരതാംബയാണ് പ്രതിഷ്ഠിക്കുന്നത്. കാവി ധരിച്ച ഒരു വനിതയെ ഭാരതമാതാവായി ചിത്രീകരിക്കാനും അതിനു മുന്നിൽ വിളക്ക് കൊളുത്താനും നിർദ്ദേശിക്കുന്ന ഗവർണർക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം. അംബേദ്കറെയും ഗാന്ധിയെയും വല്ലാതെ വെറുപ്പോടെ കാണുകയും ചെയ്യുന്ന RSSൻ്റെ നിലപാട്, അതേ നിലപാട് തന്നെയാണ് ഗവർണർ. രാജ്ഭവനെ വിചാരധാരയെ, ഭരണഘടനയേക്കാൾ വിചാരധാരയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഗവർണർക്കെതിരെയാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നത്. ഇപ്പോൾ SFIയുടെ രാജ്ഭവൻ മാർച്ച് നടക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ശശികുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സുലേഖ, ഇന്നലെ DYFIയുടെ പ്രതിഷേധം, ഇന്ന് SFIയുടെ പ്രതിഷേധം, എന്താണ് വിവരങ്ങൾ നൽകാൻ കഴിയുന്നത്? തീർച്ചയായിട്ടും സിജു, അത് തന്നെയാണ്. ഭരണഘടന പഠിപ്പിക്കുമെന്ന ഇന്നലെ തന്നെ SFI പ്രവർത്തകർ പ്രസ്താവന ഇറക്കിയിരുന്നു. ഇത്തരത്തിൽ ഭരണഘടനാപരമായ നിലവിലിപ്പോൾ SFI പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറികടന്നു പോകാനുള്ള ശ്രമത്തിലാണ്. പോലീസും പ്രവർത്തകർ തമ്മിൽ ഒന്നും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യം. വലിയ രീതിയിൽ തന്നെ ഇത്തരത്തിൽ ബാരിക്കേഡ് മറികടക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. ഈ ഭരണഘടനയുടെ ആർക്കും ഒരു പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്തുണ്ടാകുന്നത് തന്നെയാണ്. എന്തായാലും വലിയ രീതിയിൽ തന്നെയുള്ള പ്രതിഷേധം SFI പ്രവർത്തകരുടെ ഭാഗത്ത് ബാരിക്കേഡിന് അപ്പുറത്തേക്ക് SFI പ്രവർത്തകർ തന്നെയാണ്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് ഈ പ്രതിഷേധങ്ങൾ നടക്കുന്നത്. പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്നു, പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും SFI വലിയ രീതിയിലുള്ള പ്രതിഷേധം നടക്കുന്നു. സുലേഖയാണ് രാജ്ഭവന് മുന്നിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രാജ്ഭവനെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നീക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കേരളത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് ഉയരുകയാണ്. ഇപ്പോൾ SFI പ്രവർത്തകരാണ് രാജ്ഭവന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത്. പോലീസ് ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് മന്ത്രി വി ശിവൻകുട്ടി ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ചുകൊണ്ട് രാജ്ഭവനിൽ നടന്ന ചടങ്ങ് ബഹിഷ്കരിക്കുകയും ചെയ്തത്. ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതിഷേധം SFIയുടെ നേതൃത്വത്തിൽ രാജ്ഭവന് മുന്നിൽ നടക്കുകയാണ്. പോലീസ് പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു, ഒപ്പം ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. ഭരണഘടന പഠിക്കാൻ തയ്യാറാകാത്ത, ഭരണഘടനയെ മാനിക്കാത്ത ഗവർണറെ ഭരണഘടന പഠിപ്പിക്കുക തന്നെ ചെയ്യുമെന്നാണ് SFI പ്രവർത്തകർ പറയുകയും ചെയ്തത്. രാജ്ഭവന് മുന്നിൽ വലിയ തരത്തിലുള്ള സംഘർഷം, പ്രതിഷേധം അരങ്ങേറുകയാണ്. പോലീസ് SFI പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞു, പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു. നേരത്തെയും പല ചടങ്ങുകളിലും ഈ RSSൻ്റെ കാവി പുതപ്പിച്ച വനിതയെ ഭാരതാംബയായി ചിത്രീകരിച്ചുകൊണ്ട് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നടത്തിയ നീക്കങ്ങൾ അത് വലിയ തരത്തിലുള്ള വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. അന്ന് ഇനി ഇത്തരം പരിപാടികളിൽ ഇത്തരത്തിൽ ഈ പറയുന്ന RSS ഭാരതമാതാവിനെ പ്രതിഷ്ഠിക്കില്ല എന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ പരിപാടി, രാജ്ഭവനിൽ നടന്ന പരിപാടിയിൽ വീണ്ടും ഇതേ വനിതയെ, കാവി പുതപ്പിച്ച വനിതയെ വീണ്ടും ആ പൊതുവേദിയിൽ കൊണ്ടുവന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പങ്കെടുത്ത പരിപാടിയിലായിരുന്നു രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം അവിടെ പരീക്ഷിക്കുകയും ചെയ്തു. ഏതായാലും ഹിന്ദുത്വം, BJP, സംഘപരിവാർ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു ഭാരതമാതാവ് സങ്കല്പം, RSSൻ്റെ ഭാരതാംബ അല്ല രാജ്യത്തിൻ്റെ ഭാരതാംബ, ഭരണഘടനയാണ് രാജ്യം അംഗീകരിക്കുന്നത്. അതിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് RSSൻ്റെ സംഘപരിവാറിൻ്റെ നയങ്ങൾ നടപ്പിലാക്കാൻ രാജ്ഭവൻ ഉപയോഗിക്കുന്നു. ഇപ്പോൾ വലിയ തരത്തിലുള്ള സംഘർഷമാണ് രാജ്ഭവന് മുന്നിൽ നടക്കുന്നത്. SFI പ്രവർത്തകരെ പോലീസ് മർദ്ദിക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ തരത്തിൽ ഈ പ്രവർത്തകരെ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞിട്ടുണ്ട്. പ്രവർത്തകരെ ഇപ്പോൾ ആ പ്രദേശത്ത് അവിടെ നിന്ന് രാജ്ഭവന് മുന്നിൽ നിന്ന് നീക്കുന്നു. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം, രാജ്ഭവനെ കാവ്യവൽക്കരിക്കാനുള്ള ഗവർണറുടെ നീക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ രാജ്ഭവന് മുന്നിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്. SFI പ്രകടനമായി എത്തി. ഗവർണർ ഭരണഘടന പഠിക്കണം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് SFI പ്രവർത്തകർ ഇപ്പോൾ രാജ്ഭവന് മുന്നിലേക്ക് വന്നത്. SFI സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള നേതൃത്വത്തിലായിരുന്നു മാർച്ച്. വിവരങ്ങളുമായി ഇപ്പോൾ സുലേഖ ശശികുമാർ കൂടി ചേരുന്നുണ്ട്. സുലേഖ, എന്താണ് വലിയ തരത്തിലുള്ള സംഘർഷത്തിന്റെ സാധ്യത രാജ്ഭവന് മുന്നിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു? എന്താണ് ഏറ്റവും വിവരങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നത്? തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്.
സിജി, എന്തായാലും പ്രവർത്തകർ രാജ്ഭവന്റെ അടുത്തേക്ക് നീങ്ങിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ബാരിക്കേഡ് മറികടന്നാണ് ഈ പ്രവർത്തകർ ഇപ്പോൾ ഈ രാജ്ഭവന്റെ അടുത്തേക്ക് നീങ്ങിയിട്ടുള്ളത്. SFI സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഇവരുടെ ഈ സ്ഥലത്തേക്ക് മാറിയിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ തന്നെ ഈ SFI പ്രവർത്തകരുടെ പ്രതിഷേധം അത് മാറുന്നു എന്നുള്ളത് തന്നെയാണ്. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡിനപ്പുറത്തേക്ക് SFI പ്രവർത്തകർ കടന്നിട്ടുണ്ട്. ഈ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള SFI സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ ഇതിന് അകത്തേക്ക് കടന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഈ ഭരണഘടനയുടെ ആമുഖം അടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് SFIയുടെ സമരം പ്രതിഷേധം ഇവിടെ രാജ്ഭവന് മുന്നിൽ നടക്കുന്നത്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെ എന്തായാലും അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ. കേരളത്തിലെ വിദ്യാഭ്യാസം അട്ടിമറിക്കാൻ നോക്കുന്നവരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു SFIയുടെ പ്രതിഷേധം. തുലയട്ടെ വർഗീയവാദികൾ തുലയട്ടെ, വർഗീയവാദം തുലയട്ടെ, പുലരട്ടെ മതേതരത്വം പുലരട്ടെ, സോഷ്യലിസം പുലരട്ടെ, ഇൻക്ലാബ് സിന്ദാബാദ്, SFI സിന്ദാബാദ്, പ്രതിഷേധം. ഏതായാലും രാജ്ഭവനെ കാവ്യവൽക്കരിക്കാനുള്ള രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ നീക്കത്തിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം സംസ്ഥാനത്ത് കനക്കുകയാണിപ്പോൾ. SFIയുടെ രാജ്ഭവൻ മാർച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തു.